1981 പ്രത്യക്ഷീകരണത്തിൻ്റെ 6-ാം ദിവസമായ ഇന്ന് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളായിരുന്നു. മെഡ്ജുഗോറിയയിൽ ഇങ്ങനെയുള്ള തിരുനാളുകളിൽ ആരും തന്നെ ജോലിയിൽ ഏർപ്പെടാറില്ല. പള്ളിയിൽ പോകാനും കുടുംബങ്ങളെ സന്ദർശിക്കുവാനുമായി അവർ ഈ ദിവസങ്ങൾ മാറ്റിവെച്ചിരുന്നു. ഇന്നേ ദിവസം പള്ളിയിൽ പോകാൻ ഒരുങ്ങവേ 2 വണ്ടികളായി പോലീസ് കുട്ടികളെ അന്വേഷിച്ചു വന്നു. അവരെ ഒരു സൈക്യാട്രി പരിശോധനയ്ക്കായി കൊണ്ടുപോകുവാനായിരുന്നു വന്നത്. ഈ 6 കുട്ടികളെയും ഒരു ആംബുലൻസിലും അവരുടെ മാതാപിതാക്കളെയെല്ലാം പുറകെ മറ്റൊരു വണ്ടിയിലുമാണ് ഈ എക്സാമിനേഷനു വേണ്ടി കൊണ്ടുപോയത്. വിസ്ക ആ യാത്രയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ആംബുലൻസിൻ്റെ ഡോർ തുറന്ന് ഞങ്ങളോട് അകത്തു കയറാൻ പറഞ്ഞു. ഞങ്ങൾ വേറെ എന്ത് ചെയ്യാൻ? സങ്കടം സഹിക്കാനാവുന്നില്ലായിരുന്നു. എതിർക്കാനും ഞങ്ങൾക്കാവുമായിരുന്നില്ല. മോസ്റ്റാർ ഹോസ്പിറ്റലിലെ ന്യൂറോസൈക്കാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ മുലിയ സൂദ അവരെ പരിശോധിക്കുകയായിരുന്നു. അവരെ മാനസിക വൈകല്യമുള്ളവരായി ചിത്രീകരിക്കുകയായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം. പരിശോധനയും ചോദ്യം ചെയ്യലും നീണ്ട് മണിക്കൂറുകളിലേക്കെത്തി. കുട്ടികൾ വളരെ ഭയപ്പെട്ട ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പരിശോധന ഏകദേശം പകുതിയായപ്പോൾ ഈ ചോദ്യം ചെയ്യലും എല്ലാം മോർച്ചുറിയിലേക്ക് മാറ്റുവാൻ ഭരണാധികാരികൾ പറഞ്ഞു. പക്ഷേ കുട്ടികൾ ഭയത്തിൻ്റെ മേഖലയിലാണെങ്കിലും അവർ സത്യത്തിൽ ഉറച്ചുനിന്നു. അവർ പറഞ്ഞതിൽ തന്നെ ഒരു മാറ്റവുമില്ലാതെ വീണ്ടും വീണ്ടും പലയാവർത്തി ചോദിച്ചപ്പോഴും ഒരേ കാര്യം തന്നെയാണ് അവർക്ക് പറയുവാനുണ്ടായിരുന്നത്. പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്യൂഡയുടെ അഭിപ്രായം ഇങ്ങനെയാണ്: ഈ കുട്ടികൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇവരെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്കാണ് ഭ്രാന്ത്. മിഷണറീസ് തിരികെ വീട്ടിലെത്തിയപ്പോൾ അവരെ എതിരേൽക്കാൻ ഒരു വലിയ ജനക്കൂട്ടം തന്നെയുണ്ടായിരുന്നു. ഓരോ ദിവസവും പ്രത്യക്ഷീകരണം അറിഞ്ഞ് കാണുവാനും കേൾക്കുവാനും വരുന്ന ജനങ്ങൾ ഇരട്ടിയായിക്കൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സമയമാകാറായപ്പോൾ പതിവ് പോലെ കുട്ടികൾ കുന്നിലേക്ക് നടന്നു. ഇത്തവണയും ജനത്തിൻ്റെ തിരക്ക് കാരണം മാരിങ്കോയും മറ്റു ഉള്ളവരും ചേർന്ന് അവർക്ക് പോകാൻ വഴിയൊരുക്കി കൊടുത്തു. അന്നും ഗോസ്പ പ്രത്യക്ഷപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇത്രയും ജനങ്ങളെ ഇവിടെ കണ്ടപ്പോൾ ഗോസ്പയ്ക്ക് സന്തോഷമായോ എന്നാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം എന്ന് അമ്മ അവരോട് പറഞ്ഞു. മഡോണയോട് എത്ര നേരം തങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് എത്ര നേരം ഞാനിവിടെ ഉണ്ടാകണം എന്നാണോ ആഗ്രഹം, അത്രയും നേരം ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കും എന്ന് ഗോസ്പ പറഞ്ഞു. ഇന്ന് എന്താണ് ജനങ്ങളോട് അമ്മ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് മിഷണറീസ് ചോദിച്ചു. അമ്മ ഉത്തരം നൽകിയതിങ്ങനെ: ഒരു ദൈവമേ ഉള്ളൂ, ഒരു വിശ്വാസവും. ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കട്ടെ, ഒന്നിനെയും ഭയക്കാതിരിക്കട്ടെ. ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മിഷണറീസ് ചോദിച്ചപ്പോൾ, ഉറച്ച വിശ്വാസത്തോടെ ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറുക എന്നാണ് മഡോണ അവർക്ക് ഉത്തരം നൽകിയത്. കുട്ടികൾക്ക് ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സങ്കടം പറഞ്ഞപ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിച്ചു. എൻ്റെ മാലാഖമാരെ, നിങ്ങൾക്ക് എല്ലാം നേരിടാൻ സാധിക്കും. എന്നിൽ വിശ്വസിക്കുക. ഈ പ്രത്യക്ഷീകരണ ദിവസം ഡാനിയൽ സെറ്റ്ക എന്നൊരു കൊച്ചു ബാലനെ സുഖപ്പെടുത്താമോ എന്ന് കുട്ടികൾ അമ്മയോട് ചോദിച്ചു. അന്ന് ഡാനിയലിൻ്റെ പിതാവ് അവനെയും കൊണ്ട് ആ കുന്നിൽ വന്നിരുന്നു. പാതി ജീവൻ മാത്രം ഉള്ളവനെ പോലെയായിരുന്നു ആ ബാലൻ. വിസ്കയാണ് പരിശുദ്ധ അമ്മയോട് ഡാനിയലിനെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ ഗോസ്പ വളരെ സ്നേഹത്തോടെ ഡാനിയലിനെ നോക്കി പുഞ്ചിരിച്ച് ഇപ്രകാരം പറഞ്ഞു: അവരോട് അവൻ്റെ രോഗശാന്തിയിൽ ഉറച്ചു വിശ്വസിക്കാൻ പറയൂ. ദൈവത്തിൻ്റെ സമാധാനത്തിൽ പോവുക. തിരികെ വീട്ടിൽ എത്തിയിട്ടും ജനങ്ങൾ കുട്ടികളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അമ്മ എന്താണ് ഇന്ന് പറഞ്ഞതെന്ന്. അവർ മാരിങ്കോയുടെ വീടിൻ്റെ മുകളിൽ കയറി നിന്ന് ടെറസിൽ നിന്ന് ആളുകളോട് ഗോസ്പ പറഞ്ഞതെല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 6-ാം ദിവസത്തെ പ്രത്യക്ഷീകരണം അവസാനിച്ചു. ആവേ മരിയ.